നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് കുമാരപുരത്തിനടുത്ത് പൊതുജനം റോഡെന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു വീട്ടിലവർ വീടൊക്കെ പറമ്പൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് നേരം പണി വൃത്തിയാക്കിയിട്ട് ഇപ്പുറത്ത് ഫ്രണ്ടിലോട്ട് വന്നിട്ട് പുറകിലോട്ട് പോയപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇഴഞ്ഞു വന്ന് കുറച്ച് അവരെ കണ്ടുകൊണ്ട് കുറച്ച് തേങ്ങ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ദേവകി ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് പടം പൊഴിക്കാറായതുമല്ലായിരിക്കാം. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാൻ, നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് നോക്കാം. നമുക്ക് നമ്മുടെ അതിഥി ആരാണ്. നമസ്കാരം. സുഖം. എന്ത് എന്താ മറ്റേ എവറസ്റ്റ് കൊടുമുടിയോ? ഞങ്ങൾ വെട്ടി വെച്ചിരിക്കുന്നതാണ്. എങ്ങോട്ട് പോയെന്നുണ്ട്? അവിടെ കുറച്ച് തേങ്ങ അടപ്പുണ്ട്. ഇങ്ങ് പോയില്ലെന്ന് വിചാരിക്കുന്നു. വീടിന് അകത്തോട്ട് ഡോറെല്ലാം അടഞ്ഞു കിടക്കില്ലായിരുന്നു സാറേ? തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമുക്ക് സമയം കളയാനായിട്ടില്ല. താമസമുണ്ടോ ഇവിടെ? ഇല്ലല്ലേ? അടിപൊളി. അവർ പറഞ്ഞത് വെറുതെ ഇല്ല. പടം പൊളിഞ്ഞിരിക്കണമെന്നുണ്ട്. പിന്നെ ദേഹമൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പടം. അപ്പോൾ എന്തായാലും മൂർക്കാണെന്ന് ഉറപ്പായി കേട്ടോ. നല്ല അധികം സൈസെന്ന് പറഞ്ഞില്ല, പക്ഷെ നല്ല ആരോഗ്യമുള്ള മുറുക്കൻ. പാണി കിട്ടിയ 1.5 പാണിയാവും. ഇതായി ഇതാവും. പടമൊക്കെ പൊഴിച്ച് നല്ല സൗന്ദര്യമൊക്കെ വർദ്ധിച്ച ആൾ. നോക്കി. ഇതുണ്ട്. നമ്മൾ തല കണ്ടില്ലായിരുന്നു. തല ഇവിടെ ഇരിക്കും. പടമൊക്കെ പൊഴിച്ച് നല്ല പെണ്ണത്. ഇത് നോക്കി. വീണ്ടും അതെ അങ്ങോട്ടിനെ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല, അവർ കണ്ടത് വെറുതെ ആയില്ല. സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഇവിടെ വന്നിട്ട് ഒരു 15 ദിവസം ആയിക്കാണും. കാരണം അറിയാമല്ലോ, പടം പൊഴിക്കാറാവുന്നതിന് ഒരു 14 ദിവസം മുന്നേ എവിടെയെങ്കിലും ഹോൾഡ് ആവും. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യില്ല, അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കും. പിന്നെ അടുത്ത് ചെറിയ വെയിലുണ്ടെങ്കിൽ ആ വെയിലിലേക്ക് പോകും. വെള്ളം എന്തായാലും ഇതിൻ്റെ ദേഹത്ത് നന്നായിട്ട് വെള്ളം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1/2-3 മണിക്കൂറിനകത്ത് ഏതോ വെള്ളത്തിൽ അത് ഇറങ്ങി. അവൻ നമ്മൾ കിട്ടിയ ചട്ട നല്ല നനവാണ്. വെള്ളം വീണാൽ മാത്രമല്ല അങ്ങനെ നല്ല മറ്റേ സാധാരണ നോർമലി ഈ ചൂട് സമയത്ത് പൊഴിക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കും. പക്ഷേ ഇത് നല്ല വെള്ളം തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ പൈപ്പ് ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിലൊക്കെ വന്നിട്ട് കയറി വന്ന സമയത്തായിരിക്കും ഇവരെ കണ്ടതും പെട്ടെന്ന് എനിക്ക് ഒന്ന് കയറി. എന്തായാലും ഒരു നല്ല ആരോഗ്യമുള്ള ഒരു അതിഥി, സൂപ്പർ അതിഥി. പക്ഷേ ഒരു രക്ഷയില്ല. നല്ല ചാർജിങ്. നന്നായിട്ട് ചാർജ് ചെയ്തു. നല്ല ചാർജ് എടുത്തിങ്ങനെ കുതിച്ചിങ്ങനെ വരുന്നു. എന്താ പറയുക, എന്നാ പിടിച്ചോ അങ്ങനെ കുതിച്ച് വന്ന് കടിക്കാൻ കഴിവുള്ളൊരു അതിഥി. അത് ആരോഗ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഇവിടെയൊക്കെ ഈസിയായിട്ട് വരാൻ പറ്റും. ഈ ഒരു അകലം ഒരു വലിയ അകലമല്ല. എന്തായാലും നമുക്ക് സമയം കളയാനല്ല. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കണം. അതെ, നല്ല ആരോഗ്യമുള്ള നല്ല ചാർജിങ് നല്ല ചാർജ് എടുത്ത് ചാടി കുതിക്കുന്നു. ഒരു രക്ഷയില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഒരുപാട് കോൾ വെയിറ്റിങ്ങിനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്ററിൻ്റെ രണ്ടാമത്തെ അതിഥിയെ തേടി നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വഴയിലയിൽ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ ദർശൻ നഗറിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ കുറച്ച് ചപ്പ് കിടപ്പുണ്ട്. അതിനകത്ത് ഒരാളിങ്ങനെ എഴഞ്ഞു വന്ന് കയറിയത്. അത്ര വയ്യ, നല്ല സുഖമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുട്ട സീസണാണ്. മുട്ട ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം തേടി വന്ന അതിഥിയായിരിക്കാം. ഈ ഏരിയ കണ്ടപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷം, തണുത്ത കാലാവസ്ഥ, അങ്ങോട്ട് വാഴയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് താഴോട്ട് പാടമായിരിക്കും, പഴയ പാടങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ സമയങ്ങളല്ല, നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വീട്ടിൻ്റെ ഓണം നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അതിഥിയെ എവിടെയാണ് കണ്ടതെന്ന് ചോദിച്ച് നമുക്ക് അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമസ്കാരം, സുഖമുണ്ടല്ലോ. എന്താ പേര്? ബിജു. എന്ത് ചെയ്യുന്നു? ഇലക്ട്രീഷ്യനാണ്. ഓ, വീട്ടിൽ എല്ലാ പണിയുണ്ട്. ഫ്ലാറ്റിൻ്റെ ഒക്കെ ഉണ്ട്. അത് സാധാ കൊച്ചു പണിയുണ്ട്, വീടിൻ്റെ പണിയുണ്ട്. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ താഴെയോ? ഓഹോ, പോയിട്ടില്ലല്ലേ? ആ സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞാൻ വിളിച്ച് ആരും ഇല്ലായിരിക്കും. കസേരയൊക്കെ ഇട്ട് കട്ടൻ ചായ ഇട്ട് കുടിച്ചിരിക്കണല്ലോ. ആ, ഇതാരാത്? എന്താ പേര്? ദിയ. ഏത് തീയലാണ്? ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഉള്ളിത്തീയൽ. പിന്നെ അങ്ങനെ ആ ദിയ അല്ലല്ലോ, ഇത് ദിയാണ്, തീയലല്ല. ഓ, മോളെ പേരെന്താ? അപർണ. അണ്ണൻ്റെ പേരെന്താണ്? അഭിനവ്. ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചാണേ? അടിപൊളി. സോ എല്ലാവരും ഇവിടെ ഉള്ളവർ തന്നെ. ഇതൊക്കെ പറമ്പ് ഇങ്ങനെ അടക്കുക അല്ലേ? ആ, പന്നിയുണ്ടോ? പന്നി ശല്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ? ഓ, മമ്മട്ടിയും പിക്കാത്തൊക്കെ എടുത്ത് വെച്ചേക്കണല്ലേ. ബിസ്ക്കറ്റ് 2 തീർത്തല്ലേ? ഓ, എവിടെയാണിത്? ഇതിനകത്തോ? പോയിട്ടില്ല. ആ സമയത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ. ദൂരം അത് പറയാൻ പറ്റില്ല അല്ലേ? വാല് വെളിയിൽ കിടന്ന ഫോട്ടോ എനിക്ക് വാട്സാപ്പ് ഇട്ട് അല്ലേ? ഓ ശരി. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് വെച്ചാൽ ഇവിടെ ഉണ്ടോ, ഇവിടെ ചപ്പാണ്. ഇതിനകത്ത് മാളങ്ങൾ എങ്ങോട്ടെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇല്ലയെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ചെറിയ കത്തിങ് എടുത്തോളേ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഈ വാഴയിൽ എത്ര പ്രാവശ്യം കൊല വെട്ടി? വെട്ടിയില്ലേ? നാലുറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 ചുറ്റി നോക്കിക്കോളണം കേട്ടോ. നിങ്ങൾ ഇതെന്നറിയാം, നമുക്ക് എങ്ങോട്ട് നമുക്ക് എങ്ങോട്ട് പോയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് 4 ചുറ്റുവേ ഈ ഹോളുകളുള്ളതുകൊണ്ടേ നോക്കിക്കോളണേ. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പുറത്തേക്കും ഹോൾ കാണും. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കി നിൽക്കണം കേട്ടോ. ഇവിടെ ഹോളുണ്ടായിരുന്നു. ഇവിടെയാ? പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ വാല് വരെ കണ്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെയാ? പിക്കാസ കുന്തല എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എന്തായാലും അതിനകത്ത് കാണുന്നില്ല. ഒരു 3 മണിക്ക് കണ്ടെന്ന് പറയുന്നു. നമുക്ക് കണ്ടായിരുന്നോ? കണ്ടാ? ഉറപ്പാണോ? ആടിപ്പൊളി കാര്യം. അവർ പറഞ്ഞതുപോലെ തന്നെ പുള്ളി പറഞ്ഞത് വാലും തലയെല്ലാം വെളിയിൽ കിടക്കുക. എന്താ കണ്ടോ? പുള്ളിക്കാരന് വയ്യ, ജലദോഷം, പനി, കഫക്കൂട് എല്ലാം ഉണ്ട്. അടിപൊളി. അടിപൊളി.
കണ്ടല്ലേ അതിന് ഞാൻ പറഞ്ഞല്ലോ മുട്ടയൊക്കെ ഇട്ട് ആശാൻ ഇതാ എന്തായാലും അടിപൊളി. ഈ കണ്ടത് ഒന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നല്ല ടയർഡ്, നല്ല ഉണങ്ങി കണ്ടു കഴിഞ്ഞാൽ വയ്യ. സത്യം പറഞ്ഞാൽ കണ്ടില്ലേ വാലിൻ്റെ അറ്റമൊക്കെ മുറിഞ്ഞിരിക്കുന്നു. പുള്ളി പറഞ്ഞ കണക്ക് വാലിൻ്റെ അറ്റമെല്ലാം മുറിഞ്ഞിരിക്കുന്നു. കണ്ടോ അപ്പോൾ നമ്മൾ കണ്ടത് ഇതേവരെ കണ്ടത് കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരൻ വിളിച്ചപ്പോഴേ ഞാൻ എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റായിരുന്നു. നമുക്ക് അതിന് നല്ല വയ്യായി, കാരണം അതിന് ഇതൊന്നും കിടന്ന് അധികം ജീവിക്കത്തില്ല, കാരണം നല്ല പ്രായമായി. ഇവിടെ കിടന്ന് മരിച്ചു വേണം. നോക്കിയേ കണ്ടവരൊരു ഫീമെയിലിൻ്റെ കട്ട്, പക്ഷേ ഫീമെയിലല്ല, മെയിലാണ്. കണ്ട തല കണ്ട, വലിയ തല കണ്ടില്ലേ, നല്ല വലിയ തല. അതിൽ വാലിൻ്റെ അഗ്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വാലിൻ്റെ അഗ്രം മെയിൽ വാലിൻ്റെ അഗ്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വാലിൻ്റെ അഗ്രമൊക്കെ നല്ല കൂർത്തിരിക്കുന്നു, കേടായിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ദൂരം കണ്ടപ്പോൾ എനിക്കൊന്ന് പെണ്ണാണ്, കാരണം ശരീരം ഒട്ടിയിരിക്കുന്നു. പക്ഷെ അല്ല, നല്ല ഒന്നാന്തരം കടി കിട്ടിയ നല്ല മൂക്കിൽ പഞ്ഞി വെക്കാൻ കണക്കിന് അത്രയും പ്രായമുള്ള നല്ലൊരു ആണൊരുത്തൻ കണ്ടോ. വയ്യ, തീരെ വയ്യ. ഇവിടെ കിടന്നാലും അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും നല്ല പ്രായമുള്ള ആൾ. ഇതിന് നമുക്ക് കാണാം, വേണ്ട ചുണ്ട് കണ്ടതാ ചുണ്ട് വേണ്ട ചുണ്ട് മുറിഞ്ഞിരിക്കുന്നുണ്ട്. തീരെ വയ്യ. അതിലൊരു നല്ല പ്രായമുണ്ട്. അതിനിപ്പോൾ ഇപ്പം നല്ല ടയേർഡാണ്. ഈ സമയത്ത് കടി കിട്ടുമ്പോഴാണ് ശരീരം ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കടി കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഗ്ലാൻഡിൽ മുഴുവനും വെനമുണ്ട്. അതാ ഗ്ലാൻഡിൽ നല്ല വെനമുണ്ട്. ഗ്ലാൻഡിൽ നല്ല വെനം, നല്ല ഫുൾ എഫക്റ്റിൽ വെനമുണ്ട്. നല്ലൊരു ആണാണ്, പക്ഷെ ഉണങ്ങിപ്പോയി. ശരീരത്തിന് എന്തോ ഒരു അസ്വസ്ഥത, ഫുഡ് സമയത്തിന് കിട്ടാത്തതുകൊണ്ടാവാം. നോക്കി നല്ല നീളം, പക്ഷേ 6 അടിയോളം നീളം വരുന്നുണ്ട്. പുള്ളി വിളിച്ചപ്പോഴേ പറഞ്ഞു വാലിൻ്റെ അറ്റം ഒരു വയ്യുണ്ട്. പുള്ളി എനിക്ക് വാട്സാപ്പ് ഫോട്ടോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അവന് ജീവനുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഞാനത് തലയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇല്ല ചേട്ടാ, കുറച്ച് ഞാൻ പറഞ്ഞില്ല ജീവനുണ്ട്, അത് അകത്തോട്ടത്തിൽ കയറിപ്പോയെന്ന് പറഞ്ഞു. എന്തായാലും അധികം ഉള്ളിലോട്ട് വരും. നല്ല ആരോഗ്യമുള്ളതായിരുന്നെങ്കിൽ നമുക്കിത് കിട്ടാനായിട്ട് സാധ്യമില്ല, അത് അപ്പുറത്തിറങ്ങി അങ്ങ് പോയനെ. അപ്പോൾ നല്ല ഹോൾ അപ്പുറത്തിപ്പുറത്തേക്കാണ്. അറിയാം, നമുക്ക് തോട്ടിൻ്റെ സൈഡിൽ നമ്മൾ വെട്ടിയെടുക്കുന്നതൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നീളത്തിൽ നമ്മൾ വെട്ടി പോകാറുണ്ട്, കിളച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും താഴെയൊക്കെ വേക്കൻ്റായ പ്ലോട്ടാണ്. ഞാൻ വന്നെന്ന് വെച്ചാൽ പന്നി ഉണ്ടെങ്കിൽ സാറിന് ഇത് ഇത്രയും വാഴ ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല പന്നിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇവരുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഏകദേശമുള്ളതൊക്കെ അങ്ങ് തട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ഇത്രയും ടയർഡായി. എനിക്ക് തോന്നി അടുത്ത ആളിന്ന് മുട്ടയിട്ട് വരുന്ന പെൺ മൂർക്കൻ അതിലാണ് സാധാരണ നമ്മൾ ഇത്രയും ടയർഡായി കാണുന്നത്. പക്ഷേ ഇത് ആണാണ്, നല്ല ആരോഗ്യമുള്ള ഏതോ സ്ഥലത്ത് ജീവിച്ച നല്ല ആരോഗ്യമുള്ള ഒരാൾ. പക്ഷേ ഫുഡ് കിട്ടാനായിട്ടുള്ള സാധ്യതയൊക്കെ പിടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ണിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു കണ്ണില്ല, കണ്ടോ, ഈ ഒരു കണ്ണില്ല. പക്ഷേ അതേസമയം ഈ കണ്ണുണ്ട, ഇത് കണ്ട ഇങ്ങോട്ട് പോയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് പക്ഷേ അറിയുന്നില്ല, കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മുറിവിൻ്റെ പാടുണ്ട്. എന്തായാലും എനിക്കൊന്ന് ഇവർ കണ്ടെന്നാണ്. 2 കൊച്ചുമക്കൾ, നമ്മളിന്ന് 3 മക്കളെ പരിചയപ്പെട്ടല്ല, 3 കൊച്ചു മക്കളെ പരിചയപ്പെട്ടാൽ ഒരു കുഞ്ഞ് മാത്രം, കണ്ണടി വെച്ച മോൾ മാത്രം കുറച്ച് ഹൈറ്റും ഇതൊക്കെ ഉള്ളത്, മറ്റേ 2 കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ പറയുക, ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നത്. അപ്പോൾ ഇത് ടയേർഡായതുകൊണ്ട് ഇതിനധികം സ്പീഡില്ലാത്തതുകൊണ്ട് മക്കളൊക്കെ ഓടിക്കളിക്കുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. സൈഡിൽ ചേർന്നും കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ ചേർന്ന് പതുക്കെ കഴിഞ്ഞപ്പോൾ അറിയത്തില്ല. കഴിഞ്ഞോണ്ട് ഇപ്പോൾ പേടിച്ച് ആരെങ്കിലും അനക്കം കണ്ടാലും അങ്ങ് പതുങ്ങുകയുള്ളൂ, സ്പീഡിൽ പോകാൻ സാധനം. അപ്പോൾ അതൊക്കെ അപകടമാണ്. അപ്പോൾ കണ്ടത് നന്നേ പുള്ളിക്കാരൻ മെനക്കെട്ടിരുന്ന് തന്നെ. പുള്ളി ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രിക് പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം കണ്ടതിന് ശേഷം വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ടുണ്ട്. വൈകിട്ട് ഒരു 2:30 മണിക്കാണ് കണ്ടത്. ആ സമയം തൊട്ട് പുള്ളി അതിന് കാവലാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇത് പിന്നെ പേടിക്കേണ്ടല്ലോ, പുള്ളി താഴോട്ട് പറമ്പുള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഇവിടെ പിന്നെ പുള്ളിക്ക് കോമ്പൗണ്ട് ഇല്ല, 4 ചുറ്റും കെട്ടി അടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ അപകടങ്ങളും ഉണ്ടാകും. അപകടങ്ങൾ കുട്ടി മക്കൾക്ക് അപകടം കടി കൂടുന്നതൊക്കെ ഒരുപാട് കൂടുന്നു, മരണങ്ങൾ കൂടുന്നു, സീരിയസ് ആയി വെന്റിലേറ്ററിൽ പോകുന്നത് കൂടുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കൂടുന്നു. ഇപ്പോൾ ചില ആൾക്കാർ ചുമ്മാ തെറ്റായ ധാരണകൾ പരത്തുന്നു എന്നുള്ളതാണ്. പാമ്പ് കടി കുറഞ്ഞ് പാമ്പ് കടി ആരും മരിക്കുന്നില്ല, ശുദ്ധ മണ്ടത്തരമാണ്. ഇതിനൊന്നൊരു കണക്കൊന്നുമില്ല, ചുമ്മാ അങ്ങ് തള്ളി വെക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട്. നമ്മുടെ യാത്രയിൽ നമുക്ക് ഓരോ പ്രാവശ്യവും
ഓരോ യാത്ര ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തമായ അതിഥികളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇത്രയും യാത്ര ചെയ്യും. നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരേ ഇനത്തിലുള്ള ആളാണെങ്കിൽ തന്നെയും ഏതൊക്കെ കളറിൽ നമുക്ക് കിട്ടുന്നു, ഏതൊക്കെ രീതിയിൽ കടിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വാംസ് കൊണ്ടായിട്ട് ദേഹത്ത് മുഴകളുണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മളെ എപ്പിസോഡിലാണ് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രോമമില്ലാത്ത ചൂടേക്കേറ്റ്, അതായത് മരപ്പട്ടി എന്നറിയപ്പെടുന്ന ജീവിയെ നമ്മൾ പരിചയപ്പെടുത്തുക. കോഴിക്കുണ്ട് രോമമില്ലാത്ത മരപ്പട്ടി, ഒരു രോമമില്ല, ഒരു വെറും എന്താ പറയുക, ഇതുപോലെ നമ്മൾ തേച്ച് വിട്ട മുസൈക്കില്ല നമ്മൾ അത് അന്നോട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടാവുകയാണ്, ഇതിനൊക്കെ പഠിക്കണമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ബാക്കിൽ ബട്ടക്സ് പൊങ്ങാതെ 2 കാലിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പഴമുണ്ണികൾ നമുക്ക് ഒരുപാട് കിട്ടി. അപ്പോൾ അതും ഒരു വൈറസാണ്, അതിനെ പഠിക്കണമെന്ന് പറഞ്ഞു, അത് നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് ഏതെങ്കിലും ഒരു രീതിയിൽ പിന്നീട് അപകടം ഉണ്ടാവാവുന്ന രീതിയിലേക്കുള്ള വൈറസുകളാണ് നമ്മളെ ഈ മരപ്പട്ടിയിലൊക്കെ ഉണ്ടാകുന്നത്. ഇതിനൊന്നും ഒരു പഠനങ്ങളില്ല എങ്കിൽ ഇത് ജീവിക്കുന്ന വീടുകളിലുള്ള ആൾക്കാർ മാരകമായ അസുഖങ്ങൾ നമുക്കറിയാം. ഇപ്പം നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ എത്ര മക്കളാണ് നമുക്ക് ഇത് പേവിഷബാധയുടെ വാക്സിനേഷൻ എടുത്തിട്ട് മരണപ്പെട്ടത്? എത്ര മക്കളാണ്? നെയ്യാറ്റിൻകരയിൽ ഒരു മോള് മരിച്ചു, എത്ര പേര് മരിച്ചു. അപ്പോൾ അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയമായി. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല, മെനക്കെടുന്നില്ല. എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ലേശം വെള്ളം കൊടുക്കാണ്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കുമാരപുരത്ത് തേങ്ങ കൂട്ടിയിട്ട് മുറുക്കിന് അതിഥിയും, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വഴയില ദർശനം നടത്തി വീടിൻ്റെ പുറകിൽ വാഴ കൂട്ടത്തിൻ്റെ ഇടയിൽ വള്ളത്തിലിരുന്ന മുറുക്കിന് അതിഥിയും, വയ്യാത്ത അതിഥി, നല്ല ആരോഗ്യമുള്ള അതിഥി. 2 മുറുക്കിന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതൊരു എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.